ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരുന്നില്ല, ദുബായിലേക്ക് ഞാൻ വരുന്നില്ല. ദുബായ്, ഞാൻ ദുബായ് മടുത്തു. ഇനി എനിക്ക് കേരളം, എന്റെ കേരളം, ആ കേരളത്തിന്റെ ശുദ്ധവായു ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. എടോ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലേ, എന്നെ വേറെ ആളെ പണിക്ക് വെക്കണോ? താല്പര്യമില്ലെന്നേ. അവിടെ എന്തുണ്ട്? കണ്ണിന് കുളിർമയേകുന്ന എന്തുണ്ട്? ഒരു തല്ലുണ്ടോ, ഒരു സമരമുണ്ടോ, ഒരു ഹർത്താലുണ്ടോ, ഒരു ബന്ധമുണ്ടോ, ഒരു കുറ്റിയിടലുണ്ടോ, ഒരു തടയലുണ്ടോ? ഇതൊക്കെ ഇല്ലാതെ എന്താണോ ഒരു കണ്ണിന് കുളിർമ? ഇവിടെയാണെങ്കിലുണ്ടല്ലോ ആഴ്ച ബന്ദ്, ഹർത്താലി, തല്ലി, കുറ്റിയിടലി, തടയലി. ഇന്ന് KSRTC സമരം ചെയ്യുമ്പോൾ നാളെ KSEB സമരം, പിന്നെ അധ്യാപകരുടെ സമരം, അതിനുശേഷം വിദ്യാർത്ഥികളുടെ സമരം, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സമരം കഴിഞ്ഞാൽ രക്ഷകർത്താക്കളുടെ സമരം. അങ്ങനെ സമരവും ഹർത്താലും ബന്ധും ഇതൊക്കെ ഞാനൊന്ന് ആസ്വദിക്കട്ടോ. ഉഷാവുതിപ്പ് ഇങ്ങനെ പാടിയപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. എന്റെ കേരളോ എത്ര സുന്ദരോ, എന്റെ കേരളോ എത്ര സുന്ദരോ, ജനിച്ച തെങ്ങു വളർന്ന തെങ്ങു വളർത്തു മകളായി ഞാൻ. സുന്ദരമായ കേരളം ഞാൻ ആസ്വദിച്ചിട്ട് എന്റെ കൊതി തീരുന്നവരെ ആസ്വദിച്ചിട്ടേ വരുള്ളൂ. സാർ നമസ്കാരം. നമസ്കാരം 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 സോറി നമസ്കാരം സാർ. ദുബായിൽ നിന്ന് വന്ന അല്ലു അങ്കിൾ സാർ, ഞാൻ രാമു ABC ബാങ്കിൽ നിന്ന് വരികയാണ്. ABCD ബാങ്കോ? ABCD ഇല്ല, ABC ബാങ്ക്. ഞാൻ ദാമു ഫ്രം CBC. അത് ദാമു ബാങ്കുകാരാണ്. അതെ. നിങ്ങളെ കാണാൻ ഞാൻ ഇരിക്കുമായിരുന്നു. എന്റെ കയ്യിലെ കുറച്ച് കീറിയ നോട്ടുകളുണ്ട്, ഒന്ന് മാർത്തരുമോ? പിന്നെന്താ സാറും കൊണ്ട് പോവാ. സാറേ, ഈ നോട്ടിന്റെ സീരിയലുകൾ ഓർമ്മയുണ്ടോ? സീരിയൽ ഞാൻ കാണാറില്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ കോമഡി ഷോ മാത്രമേ കാണാറുള്ളൂ. അതല്ല, ഈ നോട്ടില് ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, അത് ഓർമ്മയുണ്ടോ? ആ നമ്പർ നോക്കിയാലോ ആ നോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 50 ആണോ 10 ആണോ 100 ആണോ? അല്ല സാറ് ഭയങ്കര തമാശക്കാരനാണല്ലോ. നോട്ട് സൈഡില് ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാനത് എന്റെ ബാങ്ക്, അത് എന്റെ ഉത്തരവാദിത്തത്തില് ഞങ്ങളത് മാറി തന്നിരിക്കും. സാറിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങളുടെ ബാങ്ക് തയ്യാറാണ്. നോട്ടില് സീരിയൽ ഉണ്ട്. നോട്ട് കൊണ്ടാണ് സീരിയൽ പിടിക്കണം എന്നറിയാം, അല്ലാതെ നോട്ടിലെ സീരിയൽ എനിക്കറിയാം. സാറ് ഭയങ്കര തമാശക്കാരനാണ്. ഞങ്ങളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ തമാശ കേൾക്കുന്നതന്നെ ഞങ്ങൾക്കൊരു മനസ്സിനൊരു സുഖമാണ്. ആണല്ലേ? എന്താ നല്ല ചിരി, എന്താ ചിരിച്ചു? അല്ല, നേരത്തെ പറഞ്ഞ തമാശക്ക് ഞാൻ ഇപ്പൊ ചിരിച്ചതാണോ? സാറേ, ആ ബാങ്കിന്റെ ചിരി അധികം കേൾക്കണ്ട, അത് കൊലച്ചിരിയാണ്. വിശ്വസിക്കാവുന്ന ബാങ്ക് ഞങ്ങളുടെ ഉണ്ട്. ഞാൻ വിശ്വസിക്കാവുന്നത് കയ്യിൽ വിട്ടിട്ട് കാര്യം പറഞ്ഞാൽ മതി. സാർ ഇങ്ങോട്ട് കാര്യം പറ, ഇയാള് പറയട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി. സാറേ, സാറിന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു നിശ്ചിത തുക ഞങ്ങളുടെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാറിന് എല്ലാ മാസവും അതിന് അതിൻ്റെതായ ഗുണം ഉണ്ടാകും. ഓക്കെ, ഞാൻ നിങ്ങളുടെ ബാങ്കായ ABCയിൽ ഒരു 1 crore ഇട്ടാൽ എന്റെ ആര് പിടിക്കല്ലേ, പറയട്ടെ, ഇട്ടാൽ എനിക്ക് എന്ത് കിട്ടും? സാർ, ഞങ്ങളുടെ ABC ബാങ്കിൽ സാറിന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു 1 CR നിക്ഷേപം ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസവും സാർ മരിക്കുന്നവരെ 6000 രൂപ വെച്ച് ഞങ്ങളുടെ ബാങ്ക് സാറിന് തന്നിരിക്കും. 6000 രൂപ? 1 കോടി ഇട്ടാൽ. എന്റെ സാറേ ഇങ്ങോട്ട് വന്നേ, അവൻ പറഞ്ഞതിൽ കൂടുതൽ 6500 വെച്ച് ഞാൻ തരും. നിങ്ങളുടെ ബാങ്ക്? ഞങ്ങളുടെ ബാങ്ക്. അപ്പൊ ABC വരുന്നതിനേക്കാൾ 500 കൂടുതൽ വരും. അപ്പൊ നിങ്ങളുടെ ഇട്ടാൽ 6.5, ഇവിടെ ഇട്ടാൽ 6. അപ്പൊ 2 കോടി നിങ്ങളുടെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 12,500 രൂപയും കൊണ്ട് കുഴിയിലേക്ക് പോകാം. അതെ, എവിടേക്ക് വേണേലും പോവാം. നല്ല ലാഭമാണല്ലോ. നല്ല ലാഭം. ഞാൻ ആരോട് പറയരുത്. ഞാൻ തിരിച്ചൊരു പ്ലാൻ പറയട്ടെ. പറയൂ സാർ. രണ്ടുപേരും ABC വരും, CBC വരും. നിങ്ങൾ 2 പേരും കൂടി ഒരു 2 കോടി രൂപ എന്റെ ഇത്തം തന്നാൽ നിങ്ങൾ തരുന്നതിനേക്കാൾ 500 രൂപ കൂലിയാണ്. അല്ല, ആ പുള്ളി പറഞ്ഞാലും കാര്യമില്ലേ? ഞാൻ പറഞ്ഞത് വെച്ചാലേ, നമ്മ 2 പേരും കൂടി 2 കോടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ പൈസ ആള് തരാണെങ്കിൽ നമുക്ക് ആൾക്ക് പൈസ കൊടുക്കുന്നല്ലേ നല്ലത്. ആളുടെ പൈസ നമ്മൾ എന്ത് മേടിക്കണം? 2 കോടി കയ്യിലുണ്ടാ? 2 കോടി കയ്യിലുണ്ടാ? 2 കോടി പോയിട്ട് 2 രൂപ നമ്മുടെ കയ്യിലില്ല. അല്ല, ഞാൻ ചോദിക്കും, നമ്മൾ ആളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലോ വന്നേ. എന്ത് വന്നേ ഞാൻ പറഞ്ഞുതരാം സാറേ. സാറേ, ഞാൻ പറയുന്നത്, സാർ ഒരു ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ സാർ മരിക്കുമ്പോൾ സാറിന് 20 ലക്ഷം രൂപ കിട്ടും. എടാ, നിങ്ങളുടെ ബാങ്കിൽ കാശിട്ട് മരിക്കാനാണോ ഞാനിവിടെ നടക്കണത്? എപ്പോഴും മരണം 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 എന്ന് പറഞ്ഞാലേ, എടാ മരിക്കാത്ത വല്ല ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പറ. സാറേ, ഞാനൊരു കാര്യം പറയാം. സാറിനെ പോലുള്ള വലിയ ആളുകൾക്കൊക്കെ ഇതൊക്കെ ഒരു തമാശയായിരിക്കും. പക്ഷെ എന്നെ പോലെ അഭ്യസ്തനായ ഒരു ചെറുപ്പക്കാരന്റെ വിഷം. അയ്യോ, ഇവിടെ അയ്യോ, അതെ,
കരയണ്ട 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 എന്ത് പറ്റി രണ്ടുപേരും എന്റെ സാറ് എന്നെ പോലെ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ സാറിന് അറിയാൻ പാടില്ല. ചെറുപ്പക്കാരനാ മുടിയും നരച്ച് എന്റെ കണ്ട എന്റെ അപ്പനെ പോലെ തോന്നും ചെറുപ്പക്കാരനാ. സാറേ കാര്യം പറ. അതെല്ലാം തട്ടിപ്പാ. ഞാൻ പറഞ്ഞു സത്യം. എന്റെ വീടിന്റെ അത്താണിയാണ് ഞാൻ. അപ്പൊ അങ്കമാലി ആരാ? സാറിനെല്ലാം തമാശയാണ്. ഞാൻ തമാശയല്ല, അടുത്തടുത്ത സ്ഥലമാണ്, അതുകൊണ്ട് ചോദിച്ചു. അല്ല സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേ, അല്ലുങ്ങളെ രണ്ടുപേര് വന്ന് നമ്മുടെ ഈ ഫ്ലോർ ചിരിയുടെ ഒരു ഫ്ലോറാണ്. ഇവിടെ ഒരു കണ്ണീര് വീഴുക എന്ന് പറയുന്നത് നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും ഒരു ബാങ്കിൽ പൈസ ഇടണം. അതെ. അതപ്പോ ഇവരുടെ ആരെങ്കിലും ഒരു ബാങ്കിൽ ഇട്ടൂടെ? അത് ശരിയാ. പിഷാടി പറഞ്ഞത് കൊണ്ടല്ല, ഈ സുധീഷ് ജി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ ഞാൻ കുറെ ആലോചിക്കും, ശരിക്കും ആലോചിക്കും. കാരണമേ ഞാൻ ഈ 2 കോടി ഉണ്ടാക്കിയതേ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഏത് ബാങ്കിലാണ്ട് ഇടണമെങ്കിൽ ആ ബാങ്കിനെ കുറിച്ച് പൂർണ്ണ ഡീറ്റെയിൽസ് എനിക്കറിയണം. നിങ്ങളുടെ ബാങ്കിന്റെ ആസ്തി എന്താണ്? അതങ്ങനെ പറയൂ, എനിക്ക് കൃത്യമായിട്ട് അറിയണം. സാറേ ഞാനത് മാനേജറെ വിളിച്ചു തരാം. വിളിക്കൂ, മാനേജറെ വിളിച്ചു തരാം. സാറ് നേരിട്ട് കേട്ടോ. മാനേജറെ വിളിക്കും. ആസ്തി അറിയാതെ അമ്മ ഇടാൻ പറ്റില്ലല്ലോ പിഷാടി. അത് കറക്റ്റ്. കോൾ ചെയ്യുവാനായി താങ്കളുടെ പക്കൽ പര്യാപ്തമായ ബാലൻസ് ഇല്ല. ദയവായി പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്യുക. You have insufficient balance to make calls. Please recharge immediately. എത്രയാണ് ബാങ്കിന്റെ ആസ്തി? 20 രൂപ. ഒരു 20 രൂപ മേടിക്കട്ട് ചാർജ് ചെയ്യാം. എന്നിട്ട് നിന്റെയൊക്കെ ബാങ്കിലേക്ക് വിളിച്ച് ആസ്തി ചോദിക്കും. ആൾക്കാരെ കുഴിയിലിറക്കാൻ വേണ്ടി വന്നേക്കുവന്നേ. എന്റെ സാറേ അത് കൊള്ളാം. ഞാൻ എന്റെ മാനേജറെ വിളിച്ചിട്ട് കേട്ടോ കോള് പോകുന്നുണ്ട്. Incoming call facility is temporarily unavailable on this number. ഈ നമ്പറിൽ ഇൻകമിംഗ് കോൾ ഫെസിലിറ്റി താൽക്കാലികമായി ലഭ്യമാകുന്നതല്ല. ആരെ വിളിച്ചു? മാനേജറിന്റെ കാശില്ല. അല്ല അവിടെ കാച്ചില്ലാത്തോണ്ടാണ്. ചാർജ് ചെയ്യാൻ 10 രൂപ ഇല്ലാത്ത മാനേജറുള്ള ബാങ്കുകാരനാണ് എന്റെ 2 കോടി 1 കോടി കൊണ്ടുപോയിട്ട് പൊട്ടിക്കാൻ വേണ്ടി നടക്കണത്. ഇടത്തില്ല, നിക്കണ്ട, സ്ഥലം വിട്ടോ, എന്നെ പറ്റിക്കാൻ നടക്കത്തില്ല. ഞങ്ങൾ കാല് പിടിക്കാം സാറേ, ഞങ്ങളുടെ എന്റെ ജീവിതത്തിൽ കാല് പിടിച്ചാൽ എന്റെ ഇന്ന് 1 കോടി പോലും കിട്ടത്തില്ല. അല്ലേ? എന്താ സുധീഷ് ജി? അല്ല, എന്തായാലും അവരൊരു പാവപ്പെട്ട ആൾക്കാരല്ലേ, അവർ ചോദിച്ചു വന്നാലും നിങ്ങൾ ഒരുപാട് കാശുള്ള ആളല്ലേ, അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കും. എന്റെ ക്രോറുകളുണ്ട്. അല്ല, അവരുടെ ഫോണിൽ പൈസ ഇല്ലാത്തത് നിങ്ങൾ പറയുന്ന മാറ്ററുമായിട്ട് ബന്ധമില്ല. പറ്റുമെങ്കിൽ ചെയ്യൂ. ഓക്കെ, ഞാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ എന്റെ ഭാര്യയെ വിളിച്ച് പെർമിഷൻ ചോദിച്ചാലേ കൊടുക്കൂ. ABC ബാങ്കാന്ന് പ്രത്യേകം പറയണേ. അത് പറഞ്ഞോളാം. പറയാന്ന്. കോൾ ചെയ്യുവാനായി താങ്കളുടെ പക്കൽ പര്യാപ്തമായ ബാലൻസ് ഇല്ല. ദയവായി പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്യുക. You have insufficient balance to make calls. Please recharge immediately. അല്ല അങ്ങളെ, ഇത്ര ഓഡിയൻസിന്റെയും ഡയാനയുടെ എന്റെയും സുധീഷിന്റെയും സമയം വെറുതെ കളയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ അവർ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാന്ന് പറയുമ്പോൾ തന്നെ വേണ്ടെന്ന് പറയുന്നത്. അല്ല, എന്തിനാണ് ഇത്രയും വെറുതെ അവരുടെ സമയം കളയാൻ വേണ്ടി വിളിച്ചു വരുത്തി ഇത്രയിടും ഞാൻ ഗൾഫ് റിട്ടേൺ ആണെന്ന് പറയുന്നത് എന്തിനാണ്? അവരെ കളിയാക്കിയതൊക്കെ എന്തിനാണ്? അതെ പിഷാടി, എനിക്കൊരു സാഹചര്യം ഒത്തണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ 2 ബാങ്കിലും ഒരേ കൂടി ഇടും. അങ്ങനെ സാഹചര്യം ഒത്തു വന്നാൽ എന്തായാലും അടുത്ത് തന്നെ ഒത്തു വരും കേട്ടോ. നാളെയാണ് നറുക്കെടുപ്പ്. അടിച്ചു കഴിഞ്ഞാൽ 1 അല്ല 6 കോടി ആയിട്ട്.